നമസ്കാരം 9 മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഏറ്റവും പ്രധാനമായി നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കൊലപാതക വാർത്ത കഴിഞ്ഞ ദിവസം മലയാറ്റൂരിൽ നിന്നാണ് വന്നത്. പെൺകുട്ടിയുടെ മൃതദേഹം വീടിനരികിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. ആ കൊലപാതകമാണോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർ വാർത്തകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മൾ 7 ജില്ലകളിലെ വോട്ടെടുപ്പ് ഇന്നലെ പൂർണ്ണമായിരിക്കുകയാണ്. അതേസമയം നാളെ രണ്ടാം ഘട്ട ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അവിടെ ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. ഇന്നലെ കൊട്ടിക്കലാശം വലിയ രീതിയിൽ ആഘോഷമാക്കി നടത്തുകയും ചെയ്തു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കം വരേണ്ടതുണ്ട്. മറ്റൊന്ന്, സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് നിർണായക വിവരങ്ങൾ കൈമാറാൻ ഒരുങ്ങുകയാണ് രമേശ് ചെന്നിത്തല. അതുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനും രാഹുൽ ഈശ്വറിനും ഒക്കെ ഇന്ന് നിർണായകമാണ്. അങ്ങനെ വിശദമായ വാർത്തകളിലേക്ക് വരാം. ആദ്യം ഇതുവരെയുള്ള പ്രധാന വാർത്തകൾ ഒന്ന് നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ. വിധിയെഴുതുക. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകൾ, 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,391 വാർഡുകളിലാണ് വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 70.9% പോളിംഗ് രേഖപ്പെടുത്തി. എറണാകുളം ജില്ലയാണ് മുന്നിൽ, 74.58%. കുറവ് തിരുവനന്തപുരത്ത് 67.4%. കൊല്ലം 70.36%. പത്തനംതിട്ട 66.78%. ആലപ്പുഴ 73.76%. കോട്ടയത്ത് 70.94% പോളിംഗ്. ഇടുക്കിയിൽ 71.77%. എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിലെ കണക്കുകൾ. മലയാറ്റൂരിൽ കാണാതായ 19-കാരിയുടേത് കൊലപാതകം. ആൺസുഹൃത്ത് അലൻ അറസ്റ്റിലായി. പ്രതി കുറ്റം സമ്മതിച്ചു. സംശയം മൂലമുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണം. ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ കോടതി വിശദമായി കേട്ടിരുന്നു. പരാതി രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണമാണ് പ്രതിഭാഗത്തിന്റേത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലെ അതിജീവിതയെ അപമാനിച്ച കേസിൽ കോൺഗ്രസ് നേതാക്കളായ സന്ദീപ് വാര്യർ, രജിത പുളിക്കൽ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ തുടരുന്ന രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാകും ജാമ്യ ഹർജിയിൽ വിധി പറയുക. രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ സൈബർ പോലീസ് അപേക്ഷ സമർപ്പിക്കാനിരിക്കെയാണ് ജാമ്യ ഹർജിയുമായി രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ സമീപിച്ചത്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ മൊഴി നൽകാൻ രമേശ് ചെന്നിത്തല ഇന്ന് SITക്ക് മുമ്പാകെ ഹാജരാകും. രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘവുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ടെന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. തെളിവായി കൈവശമുള്ള രേഖകളും ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. SP S ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് മുമ്പാകെയാകും രമേശ് ചെന്നിത്തല മൊഴി നൽകുക. ശബരിമലയിൽ ഭക്തജന തിരക്കേറി. 25,000-ലധികം അയ്യപ്പന്മാർ ഇന്ന് മല ചവിട്ടി. 7,412 ഭക്തർ സ്പോട്ട് ബുക്കിംഗിലൂടെ സന്നിധാനത്തേക്ക് എത്തി. ശബരിമലയിൽ പോലീസ് ബാരക്കിലെ ജനാല അടർന്നു വീണ് അപകടമുണ്ടായി. തലനാരിഴയ്ക്കാണ് തീർത്ഥാടകർ രക്ഷപ്പെട്ടത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ രാജ്യസഭയിൽ ഇന്ന് ചർച്ച. ഇന്നലെ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ രാഹുൽ പറഞ്ഞത് മുഴുവൻ കള്ളമെന്നായിരുന്നു BJPയുടെ മറുപടി. ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സനോട് ഹാജരാകാൻ വീണ്ടും ആവശ്യപ്പെട്ട വ്യോമയാന മന്ത്രാലയം. ഡിസംബർ 6 വരെ റദ്ദാക്കിയ എല്ലാ വിമാനങ്ങളുടെയും റീഫണ്ട് പൂർത്തിയായതായി ഇൻഡിഗോ അറിയിച്ചതായി കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. ഇൻഡിഗോയുടെ 10% സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ കഴിഞ്ഞ ദിവസം സർക്കാർ തീരുമാനിച്ചു. വാർത്തകളിലേക്ക് വിശദമായി പോകാം. മലയാറ്റൂരിൽ കാണാതായ 19-കാരിയുടേത് കൊലപാതകം. ആൺസുഹൃത്ത് അലൻ അറസ്റ്റിലായിരിക്കുന്നു. പ്രതി കുറ്റം സമ്മതിച്ചതായാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സംശയം മൂലമുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്.
പ്രദേശത്തെ തന്നെ വലിയ രീതിയിൽ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ അതിന് തൊട്ടു മുമ്പുള്ള CCTV ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പെൺകുട്ടി യുവാവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ആൺ സുഹൃത്തിലേക്ക് അന്വേഷണം എത്തിയതും. ഇപ്പോൾ അയാൾ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. സംശയം മൂലമുള്ള കൊലപാതകമെന്നാണ്. അങ്ങനെയെങ്കിൽ തന്നെ അത് അത്രത്തോളം ക്രൂരമായാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പെൺകുട്ടിയുടെ തലയ്ക്ക് പിൻഭാഗത്ത് വലിയ രീതിയിലുള്ള ക്ഷതമേറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ വിശദമായി തന്നെ പോലീസിന് പോകേണ്ടി വരും. എന്തു തന്നെ ആയാലും ഞെട്ടിക്കുന്ന, കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ് മലയാറ്റൂരിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 19 വയസ്സുള്ള പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയാണ് ആൺ സുഹൃത്ത് കൊലപ്പെടുത്തിയിരിക്കുന്നത്. മദ്യലഹരിയിലാണ് ഈ കൃത്യം നടത്തിയത് എന്നതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ നിർണായകമായി എന്നുള്ളതാണ്. നമുക്ക് ആ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുകയാണ്. ഡാനി, ഗുഡ് മോർണിംഗ്. CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. നമ്മളെയൊക്കെ ഞെട്ടിച്ച ഒരു കൊലപാതകം തന്നെയാണിത്. എന്താണ് പോലീസ് ഇപ്പോൾ പറയുന്നത്? അശ്വതി, മലയാറ്റൂരിൽ കഴിഞ്ഞ ഒരു 6-ാം തീയതിയാണ് ചിത്രപ്രിയയെ കാണാതാവുന്നതായി വീട്ടുകാർ പരാതി നൽകുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ വീടിന് സമീപത്ത്, വീടിന് കുറച്ച് നീങ്ങിയുള്ള ഒരു ആളൊഴിഞ്ഞ പ്രദേശത്ത്, ആ ഭാഗത്ത് മലയാറ്റൂർ മേഖല എന്നെല്ലാം പറയുമ്പോൾ ഒരു വനമേഖലയോട് സമാനമുള്ള ഒരു പ്രദേശം തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ഒരു ഭാഗത്ത് ഈ കുട്ടിയുടെ ചിത്രപ്രിയ എന്ന് പറയുന്ന 19-കാരിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ദുർഗന്ധം വമിക്കുന്ന നിലയിലായിരുന്നു. ആ സമയത്ത് സമീപത്ത് ഈ വെട്ടുകല്ല് പോലുള്ള കല്ലുകളും ഉണ്ടായിരുന്നു. അതിൽ രക്തക്കറ പുരണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു, ഇതൊരു കൊലപാതകമാണ് എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് എത്താനുള്ള തെളിവുകളടക്കം വേണമായിരുന്നു. അപ്പോഴാണ് നമ്മളിപ്പോൾ കാണിക്കുന്ന CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നത്. പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ പെൺകുട്ടി അവിടെ നിന്ന് ആൺസുഹൃത്ത് അലനൊപ്പം വരുന്നതും അവിടെ നിന്ന് നീങ്ങുന്നതുമായ ആ ദൃശ്യങ്ങൾ പോലീസിനെ കണ്ടെടുക്കാനായിട്ട് സാധിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ആൺസുഹൃത്ത് അലൻ പോലീസ് കസ്റ്റഡിയിലാവുന്നതും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ പെൺകുട്ടിയെ ഈ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. സംശയമാണ് ഈ രീതിയിലേക്ക്, ഈ ഒരു കൊലപാതകത്തിലേക്ക് അടക്കം വഴിതെളിച്ചത് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രപ്രിയയോടുള്ള ഒരു സംശയം, അത്തരം കാര്യങ്ങൾ ചോദിക്കുന്നതിനിടെ രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടാകുന്നു. ഈ ബഹളത്തിനിടയിലായിരുന്നു താൻ മദ്യലഹരിയിലായിരുന്നുവെന്ന് അലൻ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇതിനിടയിലായിരുന്നു കല്ലുകൊണ്ട് ഇടിക്കുന്നത്. ഇടിച്ച് അവിടെ നിന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഈ പെൺകുട്ടിയുടെ ബോധമടക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇയാൾ അവിടെ നിന്ന് പോരുകയായിരുന്നു. പിന്നീട് പെൺകുട്ടിയെ സംബന്ധിച്ച ഒരു വിവരങ്ങളും ഇയാൾക്കോ പോലീസിനോ വീട്ടുകാർക്കോ ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. മരണപ്പെട്ടു എന്ന് ഏകദാണ്ട് അയാൾ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു അവിടെ നിന്ന് പോരുമ്പോഴേക്കും. അതിലും പോലീസ് നടത്തിയ പരിശോധന, കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് നടത്തിയ ഈ പരിശോധന, പെൺകുട്ടിയെ കാണാതായി എന്ന് അറിയുമ്പോൾ തന്നെ പോലീസ് പരിശോധനയിലേക്ക് നീങ്ങിയിരുന്നു. നാട്ടുകാരും അടക്കം ഈ പരിശോധനയിലേക്ക് ചേർന്നിരുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് നാട്ടുകാരടക്കം എല്ലാവരും തന്നെ സഹകരിച്ചുകൊണ്ട് പരിശോധനയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് സമീപത്തെ ഈ പ്രദേശത്ത്, ആളൊഴിഞ്ഞ പ്രദേശത്ത് കാണുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ രീതിയിലേക്ക് ഈ പെൺകുട്ടി മിസ്സാകും, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ കാണാതാകുമ്പോൾ ഇങ്ങനെയൊരു പശ്ചാത്തലം ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ രീതിയിൽ ഇവിടെ ഈ പരിസരത്ത് തൊട്ട് ആളൊഴിഞ്ഞ പ്രദേശത്ത് മൃതദേഹം കാണപ്പെടുമെന്ന അങ്ങനെയുള്ളൊരു വിലയിരുത്തലിലേക്കല്ല പോയിരുന്നത്. മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടാകുമെന്ന രീതിയിലുള്ള ഒരു അന്വേഷണമാണ് വന്നത്. പിന്നീടും അതുകൊണ്ടും ഫലമില്ലാതെ വന്നപ്പോഴാണ് ഈ സമീപത്തെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു പരിശോധനയിലേക്ക് നീങ്ങിയത്. ആ പരിശോധനയിലാണ് ദുർഗന്ധം വമിക്കുന്നത് കണ്ടതിനെ തുടർന്ന് ഇവിടേക്ക് കൂടുതൽ പരിശോധനകൾ നടത്തിയപ്പോഴാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ബംഗളൂരുവിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇവിടെ അവധിക്ക് വേണ്ടി നാട്ടിൽ എത്തിയതാണ്. ഇതിനിടയിലാണ് ഈ ദാരുണമായ ഒരു സംഭവം നടക്കുന്നത്. പോലീസ് ഇൻക്വസ്റ്റ് നടപടികളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ അലനെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികളും വൈകാതെ ഉണ്ടാകും. അതാണ് ഡാനി, ഈ കേസിൽ പല കേസുകളെയും പോലെ തന്നെ നിർണായകമായത് ആ CCTV ദൃശ്യങ്ങൾ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ആ ദൃശ്യങ്ങളുടെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ അത് 7-ാം തീയതി രാവിലെയുള്ള ദൃശ്യങ്ങളാണ്. 1 മണിയോടെയൊക്കെയുള്ള 2 മണി അടുപ്പിച്ചൊക്കെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 2 ബൈക്കുകൾ കാണാം. ഈ ദൃശ്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമാണോ? ഇതിന് ശേഷമാണോ ഈ കൊലപാതകം നടന്നത്? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ ഡാനി? ഇപ്പോൾ പോലീസ് അങ്ങനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കാരണം
രാത്രിയോടുകൂടി പെൺകുട്ടി വീട്ടിലെത്താമെന്നെല്ലാം തന്നെ പറഞ്ഞ് പോകുന്നു. പക്ഷെ പിന്നീട് വിവരമുണ്ടാകുന്നില്ല. പിന്നീട് മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ സുഹൃത്തുക്കൾക്കൊപ്പം ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഒപ്പം തങ്ങുകയാകാം എന്നൊരു നിഗമനമാണ് വീട്ടുകാർക്കുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഫോൺ ചെയ്തിട്ടും ഒന്നും എടുക്കാത്ത സ്ഥിതിയിലേക്ക് പോകുന്നു. ഫോൺ സംബന്ധിയായി കുട്ടിയിൽ നിന്ന് വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഇതെല്ലാം തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പോലീസ് ഇവരിലേക്ക് വന്ന ഫോൺ കോളുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണവും ഒരു ഭാഗത്ത് തുടങ്ങിയിരുന്നു. അതിനിടയിലാണ് ഈ മൃതദേഹം അടക്കം കണ്ടെത്തുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങൾ വളരെ നിർണായകമായി. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഈ കൊലപാതകയിലേക്ക് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിലേക്കെല്ലാം തന്നെ പോലീസിന് എത്താനായിട്ട് സാധിക്കുകയും ചെയ്തത്. ഇതിൽ പുലർച്ചെ അവിടെ വന്ന മലയാറ്റൂർ ആ ഭാഗത്ത് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് വന്നത്. ഇവർ പരാതിയിൽ പറയുന്നതനുസരിച്ച് തന്നെയാണെങ്കിൽ 6-ാം തീയതിയോടുകൂടിയാണ് ഈ പെൺകുട്ടിയെ കാണാതായതായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ അന്ന് തൊട്ട് വീട്ടിൽ നിന്ന് അന്ന് പോയതാണ്. പിന്നീട് തിരിച്ചെത്തുന്ന ഒരു സമയവും കാര്യങ്ങളുമെല്ലാമാണത്. ഇതെല്ലാം സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം അതിൽ മറ്റ് സുഹൃത്തുക്കളെയും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മറ്റൊരു ബൈക്ക് കൂടി വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടി ഒരു വ്യക്തതയിലേക്ക് പോലീസ് അന്വേഷണം കൊണ്ടുപോകുന്നുണ്ട്. ഇയാൾ മാത്രമാണോ ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നു. മറ്റു സുഹൃത്തുക്കളോട് ഏതെങ്കിലും രീതിയിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിരുന്നു, ഇത്ര കണ്ട് ഒരാളെ കൊലപ്പെടുത്തുന്നതുവരെ എത്താനുള്ള കാരണങ്ങൾ എന്തായാലും ഇയാൾ പറയുന്നത് പോലെ ഈ സംശയം കാരണം ഒരാളെ കൊല ചെയ്യുക എന്നതെല്ലാം തന്നെ പറയുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അതും ഈ ഒരു പ്രായത്തിൽ 19 വയസ്സ് ഉള്ള ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടിക്ക് ജീവൻ നഷ്ടമാകുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുമ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇയാളുടെ ചുറ്റുപാടുകളെക്കുറിച്ച്, ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നതെല്ലാം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇയാളുടെ സാഹചര്യം എന്താണ്, ഇയാൾ ഈ ലഹരി വസ്തുക്കൾക്ക് അടിപ്പെട്ടതാണോ, മറ്റാരെങ്കിലും ഇയാൾക്കൊപ്പമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നു. പ്രത്യേകിച്ച് ഇവരുടെ സുഹൃത്ത് വലയത്തെക്കുറിച്ച് കൂടി പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, ഡാനി പോളാണ് വിശദവിവരങ്ങൾ നൽകിയത്. എന്തായാലും 19-കാരിയുടെ മരണം കൊലപാതകമാണ് എന്ന നിഗമനത്തിൽ ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുകയാണ്. നിർണായക CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്ത. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ്. 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,391 വാർഡുകളിലാണ് വിധി എഴുതുന്നത്. മലപ്പുറത്തിനും വയനാടിനും പുറമെ മറ്റ് ജില്ലകളിലും മികച്ച പ്രകടനം ഇത്തവണ ഉണ്ടാകുമെന്നാണ് UDF പ്രതീക്ഷ വയ്ക്കുന്നത്. അതേസമയം കഴിഞ്ഞ തവണത്തെ ആധിപത്യം തുടരാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് LDF ഉള്ളത്. സംസ്ഥാനത്ത് UDFന്റെ കയ്യിലുള്ള ഏക കോർപ്പറേഷനായ കണ്ണൂരും നാളെയാണ് വിധി എഴുതുന്നത്. മുഖ്യമന്ത്രിയുടെയും KPCC പ്രസിഡന്റിന്റെയും സ്വന്തം ജില്ല ഇക്കുറി വാശിയേറിയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം CV അനുമോദും KV ബൈജുവും വിവരങ്ങളുമായി ചേരും. എന്തായാലും ശക്തമായ പോരാട്ടം പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. ത്രികോണ മത്സരം തന്നെ നടക്കുന്ന ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ അവസാനവട്ട ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പല വിഷയങ്ങൾ അത് അവിടെ സ്വാധീനിക്കുന്ന വിഷയങ്ങളുണ്ട്. അത് ആരെ തുണയ്ക്കും എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പലയിടത്തെയും കൊട്ടിക്കലാശം നമ്മൾ കണ്ടത് മുൻ തവണത്തേതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേന്ദ്രീകൃതമായി ഒരു സ്ഥലത്ത് നിന്നുള്ള കൊട്ടിക്കലാശത്തിൽ നിന്ന് വിഭിന്നമായി പലയിടങ്ങളിലായി ആ കൊട്ടിക്കലാശത്തിൻ്റെ ഒരു ആവേശം നമ്മൾ കണ്ടതുമാണ്. നമുക്ക് ആദ്യം കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിശദാംശങ്ങൾ നോക്കാം. KV ബൈജു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ബൈജു, ഗുഡ് മോർണിംഗ്. എന്തായാലും കൊട്ടിക്കലാശം കഴിഞ്ഞു. ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ സമയമാണ്. ഓരോ വോട്ടറെയും കണ്ട് ആ വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളുമൊക്കെ, അല്ലേ? തീർച്ചയായും അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ അത് എല്ലാ പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്.
അവസാന വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു തത്രപ്പാട്ടിൽ തന്നെയാണ് ഓരോ മുന്നണികളും ഉള്ളത്. എന്നാലും കണ്ണൂരേക്ക് വന്നാൽ കോർപ്പറേഷനിലാണ് ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് 6 കോർപ്പറേഷനുകളിൽ UDFന്റെ കയ്യിലുള്ള ഏക കോർപ്പറേഷനാണ് കണ്ണൂർ. ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇടതിന് വലിയ മേൽക്കൈ, അത് പഞ്ചായത്ത് ആയിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ, ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, വലിയ മേൽക്കൈ ഉണ്ടാകുമ്പോൾ ഈ കോർപ്പറേഷൻ ഭരണം അത് വലിയ മേൽക്കൈയോടുകൂടി UDFന് ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. അത് നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ KPCC പ്രസിഡന്റിനും ഒക്കെ തട്ടകമാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ അഭിമാന പോരാട്ടം എന്നൊക്കെ പറയാം. വാശിയേറിയ മത്സരം അത് ഇന്നലെ കലാശക്കൊട്ടിലും കണ്ടു. നമ്മൾ ഒരു കേന്ദ്രീകൃത കലാശക്കൊട്ടല്ല ഇന്നലെ കണ്ടത്. അത് ഗ്രാമാന്തരങ്ങളോളം ഇത്തരത്തിൽ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു കലാശക്കൊട്ട്, ഓരോ ഇടങ്ങളിലും കലാശക്കൊട്ട് നടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാലും അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചു. ഇനിയിപ്പോ പ്രത്യാരോപണങ്ങളൊക്കെ ഒരുപാട് ഉയരാറുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വലിയ തോതിലുള്ള ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷമൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൊട്ടിക്കലാശം ഒരു കേന്ദ്രീകൃത കൊട്ടിക്കലാശം വേണ്ട എന്ന ഒരു നിലപാട് ജില്ലാ ഭരണകൂടം എടുത്തത്, അത്തരം അനുമതികൾ നിശ്ചയിച്ചത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ ആര് ഭരിക്കും അതാണ് ഏറ്റവും പ്രധാനം. അത് ഇത്തവണ ഇടത് മുന്നണി പിടിച്ചെടുക്കുമോ എന്നൊക്കെ അറിയാനുണ്ട്. PK രാഗേഷ്, അതായത് കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ PK രാഗേഷിന്റെ പാർട്ടിയുണ്ട്. 12 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ പോലെയല്ല, വിമതരുടെ വലിയ ശല്യമുണ്ട്, വിമതർ മത്സരിക്കുന്നുണ്ട്. അതും ഈ കോർപ്പറേഷനിൽ വലിയൊരു ഭീഷണിയാണ്. മറ്റൊന്ന് ജില്ലാ പഞ്ചായത്തിലാണ്. നമുക്കറിയാം, PP ദിവ്യ സ്ഥാനമൊഴിഞ്ഞ് വിവാദമൊക്കെ ഉണ്ടായ ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്ത് മത്സരം വാശിയേറെ മത്സരമാണ്. ഇടതിനെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രയാസമല്ലെങ്കിലും ഇത്തരം ആരോപണങ്ങൾ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നാണ് അറിയേണ്ടത്. 71 ഗ്രാമപഞ്ചായത്തുകളിൽ 54 LDFനൊപ്പമാണ്. അതുപോലെ നഗരസഭയിലേക്ക് വന്നാൽ 8 നഗരസഭകളിൽ 5 LDFനാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ 11-ൽ 10 കണ്ണൂരിൽ LDFനൊപ്പമാണ്. അങ്ങനെ LDFന്റെ ഉരുക്കുകോട്ട എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലത്ത് ഇനി ഏതെങ്കിലും തരത്തിൽ ഈ അട്ടിമറി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. കാസർഗോഡേക്ക് വന്നാലും സമാനമാണ് സാഹചര്യം. ഇടതിന് മേൽക്കൈയുള്ള ജില്ലയാണ്. ജില്ലാ പഞ്ചായത്തിലാണ് വലിയ തോതിലുള്ള ഒരു ശക്തമായ മത്സരം നടക്കുന്നത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെ നിലവിൽ LDFന്റെ കയ്യിലുള്ള ജില്ലാ പഞ്ചായത്ത് ഇത്തവണ UDF പിടിച്ചെടുക്കും. അതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം കാസർഗോഡ് ജില്ലയിൽ ത്രികോണ മത്സരങ്ങളാണ് പലയിടങ്ങളിലും നടക്കുന്നതെന്നാണ് മറ്റൊരു പ്രത്യേകത. BJPക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ട്. 3 പഞ്ചായത്തുകൾ BJP ആണ് കാസർഗോഡ് ജില്ലയിൽ ഭരിക്കുന്നത്. പലയിടങ്ങളിലും നിർണായക ശക്തിയാണ് BJP. ഒപ്പത്തിനൊപ്പം എന്നൊക്കെ പറയാം. അത് ഇത്തവണ ഏത് രീതിയിലായിരിക്കും എന്നത് അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ് നഗരസഭയിൽ കഴിഞ്ഞ വർഷങ്ങളായി 2ാം സ്ഥാനത്താണ്, പ്രതിപക്ഷത്താണ് BJP ഉള്ളത്. 6 സീറ്റിന് വ്യത്യാസം മാത്രമാണ്. ഇവിടെ 6ഓളം വിമതരാണ് UDFിലുള്ളത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ആണ് ഈ ഒരു കാസർഗോഡ് നഗരസഭ ഭരിക്കുന്നത്. 6 വിമതരുണ്ട് മുസ്ലിം ലീഗിന്. അത് വലിയ തലവേദനയാണ്. ഒരുപക്ഷെ ഭരണം തന്നെ മാറിയേക്കാം. അത്തരത്തിൽ വലിയ ഇത്തരത്തിൽ പ്രധാനമുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. എന്തായാലും പ്രശ്നബാധിത ബൂത്തുകൾ 436 പ്രശ്നബാധിത ബൂത്തുകളാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. 119 വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം 80 സ്ഥലത്ത് വീഡിയോഗ്രാഫി ഉണ്ട്. അങ്ങനെ അതീവ സുരക്ഷയിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നതെന്ന് പറയേണ്ടി വരും. ഇന്ന് നിശബ്ദ പ്രചരണമായാലും അത് ഓരോ വോട്ടർമാരെയും കണ്ട് അവസാനത്തെ വോട്ടുറപ്പിക്കാനുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാണുന്നതിന് സമാനമായ പ്രചരണവും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ കണ്ടത്. ഒരുപക്ഷെ BJP ഒക്കെ 6 മാസം മുൻപേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത്. അത് കൃത്യമായി മഞ്ചേശ്വരവും കാസർഗോഡും BJPക്ക് വലിയ മുൻതൂക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ്. അവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കുക, അതിനുള്ള ഒരു ട്രയൽ എന്ന് വേണമെങ്കിൽ ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കാം. അങ്ങനെയാണ് BJP ഒക്കെ പ്രവർത്തനം നടത്തുന്നത്. കണ്ണൂർ BJPയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് മാത്രമാണ് നേടാനായത്. അത് ഇത്തവണ കൂടുതൽ പഞ്ചായത്തുകൾ ഏതെങ്കിലും തരത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റുമോ എന്നൊക്കെ വളരെ കൗതുകകരമാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഏതായാലും ഉണ്ട്. ഏതായാലും 2 ജില്ലകളിലും അതിശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്രത്തോളം കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള അതീവ ജാഗ്രതയിൽ തന്നെയാണ് പോലീസും ജില്ലാ ഭരണകൂടം ഒക്കെ ഉള്ളത്. ഇന്നലെ കൊട്ടിക്കലാശത്തിന് തൃക്കരിപ്പൂർ ധൈര്യ സംഘർഷം ഒഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കണ്ണൂരും അങ്ങനെ തന്നെയാണ്. പഴയങ്ങാടിയിൽ ചെറിയൊരു സംഘർഷം ഉണ്ടായിരുന്നു. ഒരു പോലീസുകാരന് പരിക്കേൽക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ കൊട്ടിക്കലാശം കടന്നുപോയി. ഇനി ഈ ഒരു മണിക്കൂർ, ഇനി വരുന്ന ഓരോ മണിക്കൂറും അത് നിർണായകമാണ്.
പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി എല്ലാ സംവിധാനങ്ങളും പൂർത്തിയാകും. നാളെ കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. എന്തായാലും മുഖ്യമന്ത്രി പിണറായി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് കണ്ണൂർ വോട്ടുണ്ട്. MP ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇത്തവണയും വോട്ടില്ല. ആന്തൂർ നഗരസഭയിലെ 2ാം വാർഡ്, അതായത് മൊറാഴയാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥി രജിത എതിരില്ലാതെ തെരഞ്ഞെടുത്തുകൊണ്ട് തന്നെ അവിടെ തെരഞ്ഞെടുപ്പില്ല. അതുകൊണ്ട് തന്നെ വോട്ട് ഇത്തവണയും ഗോവിന്ദ മാഷ്കില്ല. നമുക്കറിയാം, കഴിഞ്ഞ 25 വർഷമായി അവിടെ എതിരില്ലാതെ വിജയിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഗോവിന്ദ മാഷ്ക്ക് ഇത്തവണ വോട്ടില്ല. പല പ്രമുഖരും CPM-ന്റെ ആയിക്കോട്ടെ മറ്റ് UDF-ന്റെ ആയിക്കോട്ടെ അത്തരം പ്രമുഖരൊക്കെ രാവിലെ തന്നെ വോട്ട് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും തെരഞ്ഞെടുപ്പ് നടന്ന 7 ജില്ലകളിലെ വോട്ടിംഗ് ശതമാനം അത് ഉയർന്ന നിലയിലായിരുന്നു. അതുപോലെ തന്നെ കണ്ണൂരും കാസർഗോഡും രാവിലെ തന്നെ പോളിംഗ് ശതമാനം സാധാരണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉയർന്നാണ് ഉണ്ടാകാറുള്ളത്. അത് ഇനി ഏത് തരത്തിലാണെന്നത് നമുക്ക് കാണേണ്ടതുണ്ട്. ശരി, KV ബൈജു ആണ് വിശദവിവരങ്ങൾ നൽകിയത്. നമുക്ക് CV അനുമോദിലേക്ക് പോകാം. അനുമോദ, ഗുഡ് മോർണിംഗ്. മലപ്പുറത്തെയും പാലക്കാട്ടെയും ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ്? ഇപ്പോൾ ബൈജു പറഞ്ഞതുപോലെ ഈ പോളിംഗ് ശതമാനം വളരെയധികം വോട്ടിനെ ബാധിക്കും. മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷകളെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ് ഈ പോളിംഗ് ശതമാനം. അതുകൊണ്ട് എല്ലാവരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ നിശബ്ദ പ്രചരണ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്, അല്ലേ? തീർച്ചയായും അശ്വതി, നമുക്കറിയാം ഇന്നത്തെ ആ ഒരു ദിവസം പരമാവധി ആളുകളെ നേരിൽ കണ്ട് ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ അവസാന വട്ടം ഒന്ന് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഉള്ളത്. ഓരോ വോട്ടും വാർഡിലെ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഓരോ വോട്ടും വിലപ്പെട്ടതാകുമ്പോൾ ഒരു തരത്തിലും ഒന്നും നഷ്ടമാക്കി കളയുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് അവസാന ഘട്ടത്തിൽ. നമുക്കറിയാം പാലക്കാടെയും സാഹചര്യങ്ങളും മലപ്പുറത്തെ സാഹചര്യങ്ങളും മറ്റു ജില്ലകളെ പോലെയല്ല. പാലക്കാട് BJP-യുടെ വലിയ പ്രതീക്ഷയുള്ള ഒരു ഇടം കൂടിയാണ്. പാലക്കാട് നഗരസഭ 2 തവണയായി BJP ഭരിക്കുന്നതാണ്. ഇത്തവണ അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. BJP-യെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിലെ അന്തഃഛിദ്രങ്ങളാണ് അവിടെ തലവേദന സൃഷ്ടിക്കുന്നത്. കൃഷ്ണകുമാർ പക്ഷവും മറുപക്ഷവും തമ്മിലുള്ള ശാക്തിക ചേരികളുടെ വടംവലി അത് വലിയ തോതിൽ തന്നെ പാർട്ടിയെ അവിടെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് സമയം വരെയും നമ്മളത് കണ്ടതാണ്. കൃഷ്ണകുമാർ പക്ഷം അവർക്ക് ഇഷ്ടമില്ലാത്തവരെ ഒഴിവാക്കാനുള്ള നീക്കം നടത്തുകയും അത്തരത്തിൽ അതിനെതിരെ മറുവിഭാഗം രംഗത്തെത്തുകയൊക്കെ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അവിടെ എത്രമാത്രം തലവേദന ഉണ്ടാക്കുമെന്നതാണ് BJP-യെ സംബന്ധിച്ച് ആശങ്ക ഉയരുന്നത്. തുടർച്ചയായ 3ാം തവണയും ഹാർട്രിക് അവിടെ അടിക്കാൻ തടസ്സമാകുന്നത് പാർട്ടിക്കുള്ളിലെ ഈ പ്രശ്നങ്ങളാണ് എന്നിരിക്കെ മറുവശത്ത് UDF-ന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ഘട്ടത്തിലാണ് MLA രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആ വിവാദങ്ങൾ ഉയരുന്നതും അദ്ദേഹം തുടർച്ചയായി ഇപ്പോൾ ഇത്രയും ദിവസം എവിടെയാണെന്ന് പോലും അറിയാത്ത സാഹചര്യം വരുന്നതും. നേരത്തെ തനിക്ക് വേണ്ടി പ്രചരണം നടത്തിയവർക്ക് വേണ്ടി താൻ രംഗത്തെത്തും, പ്രചരണത്തിനുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പാർട്ടിയുടെ വിലക്ക് പോലും ലംഘിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിനിറങ്ങിയൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വിവാദത്തിലകപ്പെട്ട് ഒളിവിൽ പോയത് UDF-നെ സംബന്ധിച്ച് പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ട് അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ BJP-ക്ക് ഈ പാർട്ടിയിലെ അന്തഃഛിദ്രത്തെ UDF-ന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രശ്നങ്ങളെ പോലും മറികടക്കാനാകുമെന്നൊരു പ്രതീക്ഷ കണക്കൂട്ടലാണുള്ളത്. മറുവശത്ത് LDF ആകട്ടെ അവർക്ക് UDF-നും BJP-ക്കും ആണ് സാധ്യത എന്നിരിക്കെ ഈ 2 പ്രശ്നങ്ങളും BJP-യിൽ അന്തഃഛിദ്രവും UDF-നെതിരെ രാഹുൽ മാങ്കൂട്ടം വിവാദവും ഒക്കെ ഉയർന്ന സാഹചര്യത്തിൽ ഈ ഒരു സാഹചര്യം LDF-ന് ഗുണം ചെയ്യും എന്നൊരു കണക്കൂട്ടലാണ് LDF-നെ സംബന്ധിച്ചുള്ളത്. മണ്ണാർക്കാട്ടേക്ക് വരികയാണെങ്കിൽ മണ്ണാർക്കാട് PK ശശി വിഭാഗക്കാർ അവിടെ LDF-ന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. നേരത്തെ UDF-ഉമായിട്ട് കടുത്ത പോരാട്ടം നിലനിൽക്കുന്ന നഗരസഭ പിടിച്ചെടുക്കാവുന്ന LDF-ന്റെ ആ ഒരു പ്രതീക്ഷയ്ക്ക് PK ശശി വിഭാഗത്തിൽ സ്ഥാനാർത്ഥികൾ ഒരു വെല്ലുവിളിയാവുന്ന സാഹചര്യമാണുള്ളത്. മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം UDF-ന്റെ ഉറച്ച കോട്ട തന്നെയാണ് എക്കാലവും മലപ്പുറം. കഴിഞ്ഞ തവണത്തേക്കാൾ ഇന്നലെ മെച്ചപ്പെടുത്താനുള്ളൊരു പോരാട്ടമാണ് LDF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 24 പഞ്ചായത്തുകളാണ് കഴിഞ്ഞ തവണ LDF വിജയിച്ചതെങ്കിൽ ഇത്തവണ അതിലുമധികം പഞ്ചായത്തുകളിൽ വിജയം നേടാനാണ് LDF-ന്റെ ഭാഗത്തുള്ള നീക്കം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ലീഗ് കോൺഗ്രസ് ഭിന്നത ഇവിടെ കുറവാണ് എന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. പൊന്മുണ്ട മാത്രമാണ് അത്തരത്തിൽ ഒരു ഭിന്നത നിലനിൽക്കുന്ന ലീഗും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു ഇടമായിട്ടുള്ളത്. പെരുവണ്ണയിലും ലീഗും കോൺഗ്രസും ഭിന്നതയുണ്ടെങ്കിലും അത് പൊന്മുണ്ടത്തെ പോലെ ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത്. ബാക്കിയിടങ്ങളിലൊക്കെ ഐക്യത്തോടെ പോകാൻ കഴിയുന്നു എന്നുള്ളത് UDF-നെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. നഗരസഭകളിലും അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലുമൊക്കെ UDF-ന്റെ ഒരു മേധാവിത്വം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ നഗരസഭയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ നിലമ്പൂരും അതുപോലെ പൊന്നാനിയിലും പെരിന്തൽമണ്ണയിലുമാണ് ഇടതുപക്ഷം വിജയിക്കാനായത്. ഇത്തവണ തിരൂര് കൂടി ഇടതുപക്ഷത്തിനേറെ പ്രതീക്ഷയുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.
അതുപോലെ തന്നെ പരപ്പനങ്ങാടിയിലും കടുത്ത പോരാട്ടമാണ് ഇടതുപക്ഷം അവിടെ കാഴ്ചവെക്കുന്നത്. മറുവശത്ത് പെരിന്തൽമണ്ണ പിടിച്ചടക്കാമെന്നൊരു പ്രതീക്ഷ UDF-നുണ്ട്. കാരണം 34 വർഷമായിട്ട് ഇടതുപക്ഷം മാത്രം ഭരിക്കുന്ന നഗരസഭയാണ് പെരിന്തൽമണ്ണ. അവിടെ അതുകൊണ്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമായി ഉണ്ടെന്നും അത് മുതലെടുക്കാവുന്ന ഒരു കണക്കൂട്ടലാണ് UDF-ന്റെ ഭാഗത്തുനിന്നുള്ളത്. നേരത്തെ PV അൻവർ ഇടതുപക്ഷ MLA ആയിരിക്കുന്ന സമയത്ത് നിലമ്പൂർ പിടിച്ചടക്കിയിരുന്നു CPM. ഇത്തവണയും അവിടുത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ അവിടെ ഭരണം നിലനിർത്താമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നു. UDF ആകട്ടെ ആരുടെ ഷൗക്കത്ത് MLA ആയി വരികയും അവിടുത്തെ സാഹചര്യങ്ങൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഴുവനായിട്ട് മാറുകയും PV അൻവർ നിലമ്പൂരിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസക്തിയില്ലാത്ത സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തതോടെ UDF-നെ സംബന്ധിച്ച് പ്രതീക്ഷയുണ്ട് നിലമ്പൂരിൻ്റെ കാര്യത്തിലും. അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ UDF-ന് കൃത്യമായ ഒരു മേൽക്കൈ മലപ്പുറം ജില്ലയിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നിലനിർത്താൻ തന്നെയാണ് UDF-ന്റെ ഭാഗത്തുനിന്നുള്ള നീക്കം. ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സഖ്യം അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടറിയേണ്ട ഒരു കാര്യം. മുൻപൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ സഹകരിച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ഇപ്പോൾ പരസ്യമായിട്ട് UDF-നൊപ്പമാണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ LDF എല്ലായിടത്തും വലിയ തോതിൽ തന്നെ പ്രചരണായുധമാക്കിയ വിഷയമാണ്. അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അറിയാനുള്ള ഒരു കാര്യം. പലയിടത്തും UDF-നെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഗുണം ചെയ്യുന്നൊരു വിലയിരുത്തലുണ്ട്. ഒരു സഖ്യമല്ല, ഒരു സഹകരണ നീക്കമാണ് നടക്കുന്നത്. പ്രാദേശിക തലത്തിലുള്ള സഹകരണമാണ് ഇവിടെ എന്നാണ് UDF-ന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വിശദീകരണമെങ്കിൽ പോലും LDF ഇത് വലിയ തോതിൽ തന്നെ പ്രചരണായുധമാക്കുന്നുണ്ട്. അതിനോടുള്ള ജനങ്ങളുടെ മറുപടി എന്താകുമെന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. ഇതൊക്കെ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദിശാസൂചികകളാണ് എന്നതുകൊണ്ട് തന്നെ മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് ഫലം ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നതിനപ്പുറം വോട്ട് ശതമാനക്കണക്കിൽ പോലും നിർണായകമാകുന്ന സാഹചര്യമാണുള്ളത്. ശരി അനു, എന്തായാലും രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന 7 ജില്ലകളുടെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം ഇതുവരെ ഉള്ളതാണ് നമ്മൾ കണ്ടത്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ പ്രതീക്ഷ കൈവിടാതെ മുന്നണികൾ. പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിൽ ആശങ്കയ്ക്കും ഇട നൽകുന്നുണ്ട്. 7 ജില്ലകളിലായി 70.9% വോട്ടുകളാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും ഉയർന്ന പോളിംഗ് എറണാകുളത്തും കുറവ് തിരുവനന്തപുരത്തുമാണ്. 74.58% വോട്ടുകൾ പോൾ ചെയ്ത എറണാകുളത്ത് 1% വർധനയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50-ലധികം സീറ്റുകൾ ലഭിക്കുമെന്ന് CPM പ്രതീക്ഷിക്കുമ്പോൾ ഭരണം പിടിക്കുമെന്നാണ് BJP-യുടെ വിലയിരുത്തൽ. 20-ന് മുകളിൽ സീറ്റുകൾ ഉറപ്പാക്കുന്ന UDF കോർപ്പറേഷനിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. കഴിഞ്ഞ തവണ കൈവിട്ട കൊച്ചി കോർപ്പറേഷൻ ഇത്തവണ തിരിച്ചുപിടിക്കാൻ ആകുമെന്നാണ് UDF-ഉം. ഭരണ നേട്ടങ്ങൾ വോട്ടാകുമെന്ന് LDF-ഉം പ്രതീക്ഷ വയ്ക്കുന്നു. VV അരുണും ഡാനി പോളും ചേരുന്നു. ആദ്യം VV അരുണിലേക്ക്. അരുൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഏറ്റക്കുറച്ചിലുകളുണ്ട് പോളിംഗ് ശതമാനത്തിൽ, പക്ഷേ അതൊന്നും കാര്യമാക്കുന്നില്ല, പുറത്തു പറയുന്നില്ല മുന്നണികൾ. വലിയ പ്രതീക്ഷ വയ്ക്കുകയാണല്ലേ? തീർച്ചയായിട്ടും കോവിഡ് കാലത്തുണ്ടായതിനേക്കാൾ കുറഞ്ഞ വോട്ടിംഗ് ശതമാനമാണ് പൊതുവിൽ ഈ 7 ജില്ലകളിൽ ആകെ കണക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും തിരുവനന്തപുരത്തുമൊക്കെ അതുതന്നെയാണ് അവസ്ഥ. നഗരസഭയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു. മുന്നണികൾ 3 പേരും ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ആരുടെ വോട്ടാണ് പോയതെന്ന കാര്യത്തിലൊരു ആശങ്ക 3 മുന്നണികൾക്കും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇടതുമുന്നണി ഉറപ്പായും 50 സീറ്റിലേറെ നേടി അധികാരത്തിൽ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോഴും കണക്ക് കൂട്ടുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി CPM-ന്റെ ജില്ലാ നേതൃയോഗം സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. ഈ കണക്കുകളുടെ വാർഡുകളിൽ നിന്ന് ലഭിച്ച വാർഡ് സെക്രട്ടറിമാർ തയ്യാറാക്കിയ കണക്കുകളുടെ അവലോകനം അവിടെ നടക്കും. അതിനുശേഷം CPM ഒരു കൃത്യമായ ഒരു വിലയിരുത്തലിലേക്ക് പോകും. അല്പസമയത്തിനകം മന്ത്രി V ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒരു പ്രാഥമിക വിലയിരുത്തൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഏത് സാഹചര്യത്തിലും ഭരണം നിലനിർത്താൻ ആവശ്യമായ വാർഡുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതീക്ഷയും കണക്കുകൂട്ടലും. UDF ആകട്ടെ കഴിഞ്ഞ തവണ 10 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭരണത്തിലേക്ക് എത്തും 55 സീറ്റെങ്കിലും ലഭിക്കുമെന്ന് ഇന്നലെ വൈകുന്നേരവും K മുരളീധരൻ അവകാശപ്പെടുന്നു. പക്ഷേ അതിന്റെ ഒരു യാഥാർത്ഥ്യബോധമുള്ള കണക്കുകൾ നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരു ഇരട്ടിയിലേറെ സീറ്റുകൾ 10 അത് 20-ഓ 25-ഓ അടുത്തുവരെ എത്താവുന്ന തരത്തിലേക്ക് UDF-ന്റെ സീറ്റ് വിഹിതം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾ ആ തരത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത്. സ്വാഭാവികമായും അത് ഒരു വർധന ഉണ്ടാകുമെന്ന് വലിയ രീതിയിൽ കണക്ക് കൂട്ടുന്നുമുണ്ട്. കാരണം ആ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലടക്കം ഉണ്ടായ ഒരു മുൻകൈയും മികച്ച സ്ഥാനാർത്ഥികൾ നിലനിർത്താൻ കഴിയുന്ന ആത്മവിശ്വാസവും ഒക്കെയാണ് UDF-ന്റെ ഈ കണക്കുകളുടെ ആധാരം. BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയെങ്കിലും ആകും എന്നൊരു
പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. 50 സീറ്റിന് മുകളിലേക്ക് പോകും എന്ന് BJP നേതാക്കളും പരസ്യമായി പറയുന്നുണ്ട്. ഭരണം പിടിച്ചിരിക്കും എന്ന് തന്നെയാണ് ഇന്നലെ ഈ വോട്ടെടുപ്പിന് ശേഷം നമ്മൾ സംസാരിക്കുമ്പോൾ BJPയുടെ ജനറൽ സെക്രട്ടറി S. സുരേഷ് അടക്കമുള്ള പറഞ്ഞതാണ്. ഈ BJPയുടെ മേയർ തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാകും. നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കും. 40 ദിവസത്തിനുള്ളിൽ മോദിയെ കൊണ്ടുവന്ന് തലസ്ഥാനത്തിന്റെ ഭാവി വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും. ഇതാണ് BJPയുടെ അവകാശവാദം. ഇങ്ങനെയൊക്കെ പുറമേ പറയുമ്പോഴും 3 മുന്നണികൾക്കും ആശങ്കയുണ്ട്. ഈ വോട്ട് ആരുടെ വോട്ടാണ് പോൾ ചെയ്യപ്പെടാതെ പോയതെന്ന കാര്യത്തിൽ ഒരു സംശയം 3 മുന്നണികൾക്കുമുണ്ട്. ഇങ്ങോട്ടേക്കാണ് വോട്ട് പോയെന്ന കാര്യത്തിലും സംശയങ്ങളുണ്ട്. ഏതായാലും കണക്കുകൂട്ടലുകൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി 3 മുന്നണികളുടെയും ഒരു യഥാർത്ഥ പറയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു യാഥാർത്ഥ്യബോധത്തോടുള്ള കണക്കുകൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും UDF നില മെച്ചപ്പെടുത്തുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. LDF ഭരണം നിലനിർത്തുമെന്നും ഭരണം പിടിക്കാമെന്ന് BJPയും ഉറച്ച പ്രതീക്ഷയിലാണ്. അശ്വതി, അരുൺ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണ പ്രാദേശിക വിഷയങ്ങളാണ് വലിയ ചർച്ചയാവുക എന്ന് പറയുമ്പോഴും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം എടുത്താൽ പൊങ്ങാത്ത രീതിയിലുള്ള വലിയ വിഷയങ്ങൾ ഭരണപക്ഷത്തെ സംബന്ധിച്ചും പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഉണ്ടായിരുന്നു. അതൊക്കെ ചർച്ചയായി എന്ന വിലയിരുത്തലിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായിട്ടും അതും ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്ന് മുന്നണികൾ കരുതുന്നു. സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം 10 വർഷത്തോടെടുക്കുന്നു പിണറായി സർക്കാരിന്റെ തുടർച്ച. രണ്ടാം സർക്കാരും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അത്തരം വിഷയങ്ങൾ ഭരണത്തിനെതിരായ വികാരം ഉണ്ടാകാം. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ പരമാവധി കത്തിച്ചു നിർത്താൻ കോൺഗ്രസ് BJP ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ബലാത്സംഗ പരാതികൾ ആ ഒരു അജണ്ട അവർക്ക് പൂർണ്ണമായും വിജയിപ്പിക്കാനായോ എന്ന സംശയം ഉണ്ടാക്കുന്നുണ്ട്. അവസാന ദിവസത്തിന് തൊട്ടു മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് തീരുമാനമെടുത്തത്. ചർച്ച ശബരിമലയിലേക്ക് തന്നെ വരണം, സർക്കാരിന് ഭരണവിരുദ്ധ വികാരത്തിലേക്ക് വരണം എന്നൊരു സമീപനത്തോടുകൂടി കോൺഗ്രസ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഈ ശബരിമലയൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന സംശയം കോൺഗ്രസിനുമുണ്ട്. എന്നാൽ പക്ഷേ തിരുവനന്തപുരം നമുക്കറിയാം ഈ ഇത്തരം വിശ്വാസപര വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന ജനസമൂഹമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയവും ചർച്ച ചെയ്യപ്പെട്ടുന്ന ഉറപ്പാണ്. അവിടെ സർക്കാരിന്റെ പ്രതീക്ഷ ഈ വിവാദങ്ങൾക്ക് ഒക്കെ അപ്പുറം നിൽക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ അത് ജനങ്ങൾക്ക് നേരിട്ട് ബാധിക്കുന്നവരാണ്. സാധാരണക്കാരായ ആളുകളുടെ കുടുംബങ്ങൾ ഒരാൾക്കെങ്കിലും സർക്കാരിന്റെ ഏതെങ്കിലും വഴിയുള്ള ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട്. അത് വോട്ടായി മാറും. അതിനൊപ്പം സർക്കാരിന്റെ വികസന പദ്ധതികളും ഈ വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും സർക്കാർ വികസന രംഗത്ത് വലിയ മുന്നോട്ട് പോയി എന്നൊരു പൊതു ബോധ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് CPM-ന്റെയും വിശ്വാസവും പ്രതീക്ഷയും. ഏതായാലും അതുകൊണ്ട് തന്നെ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് CPM-ഉം ഇടതുമുന്നണിയും കണക്കുകൂട്ടുന്നു. BJP ആകട്ടെ 2 മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും ഒന്നുമില്ല, വികസനം എവിടെയെന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അവർ ഈ വിശ്വാസ സംരക്ഷണം അല്ലെങ്കിൽ വിശ്വാസത്തിനൊപ്പം വികസനവും കൂടി പറഞ്ഞാണ് വോട്ട് പിടിച്ചത്. 2 മുന്നണികൾക്കും പകരം ഒരു അവസരമെങ്കിലും തരണമെന്നൊരു അഭ്യർത്ഥനയുമായാണ് BJP ജനങ്ങളിലേക്ക് ഇറങ്ങിയത്. 2 പേരെയും നിങ്ങൾ മാറി മാറി പരീക്ഷിച്ചല്ലോ, എന്ത് സംഭവിച്ചു, ഇനി BJP വരട്ടെ എന്നൊരു മുദ്രാവാക്യം കൂടി അവർ മുന്നോട്ട് വെച്ചു. അത് എത്രത്തോളം ജനങ്ങൾ ഏറ്റെടുത്തു, BJPക്ക് ആ മുദ്രാവാക്യങ്ങൾ വയ്ക്കുമ്പോഴും അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ വലിയ തിരിച്ചടി ഉണ്ടാക്കുമോ എന്ന ആശങ്കയുണ്ട്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ തന്നെ തോറ്റുപോകുന്നു. മേയർ പദവിയിലേക്ക് സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട 2 സ്ഥാനാർത്ഥികൾ തന്നെ തോറ്റുപോകുമോ എന്ന ആശങ്കയൊക്കെ BJPയുടെ ഒരു വിഭാഗം നേതാക്കളും പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഈ തിരുമല അനിലിന്റെ ആത്മഹത്യയെ ബന്ധപ്പെട്ട് ആ ഭാഗത്തുണ്ടായ നിയോജക മണ്ഡലത്തിന്റെ ഭാഗത്തുണ്ടായ പ്രശ്നങ്ങൾ, അതുപോലെ ആനന്ദ് കെ തമ്പിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തിരുമല തൃക്കണ്ണാപുരം വാർഡുകളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന വിശ്വാസമാണ് BJPക്ക് ഉള്ളത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് ക്യാമ്പ് ചെയ്ത് തൃക്കണ്ണാപുരത്തൊക്കെ ആ രീതിയിൽ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. RSS ഒക്കെ വലിയ BJPയുടെ അകന്നുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റിയെടുക്കാൻ പ്രചരണത്തിലൂടെയും നേതാക്കൾ ഇടപെടലുടെയും കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർ വലിയൊരു തിരിച്ചടി ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല ഒരു 50-ന് മുകളിലേക്ക് ഒരു സീറ്റിലേക്ക് എത്താനാകുമെന്ന പ്രതീക്ഷയുമുണ്ട്. കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയാൽ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് CPM-ഉം BJPക്ക് അനുകൂലമാകുന്ന അവരും കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 പേരും വലിയ പ്രതീക്ഷയിലാണ്. കോൺഗ്രസ് ആകട്ടെ നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെ ഉറച്ച വിശ്വാസത്തിലുമാണ്. ശരി, VV അരുണാണ് വിശദവിവരങ്ങൾ നൽകിയത്. എന്തായാലും കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ കൂടി നമുക്കൊപ്പം ചേരും. അതിനു മുമ്പ് കൊച്ചി കോർപ്പറേഷനിൽ തുടർഭരണം ഇടതുമുന്നണിക്ക് തന്നെ ആയിരിക്കുമെന്നാണ് മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ പറയുന്നത്. നടപ്പാക്കിയ വികസന പദ്ധതികൾക്ക് ജനം വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം ന്യൂസ് 8-നോട് പറഞ്ഞു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ വാശിയേറിയൊരു പോരാട്ടം നടക്കുന്നത് കൊച്ചി കോർപ്പറേഷനിലേക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ ഇടതു മുന്നണി അധികാരത്തിലേക്ക് വരുന്നു. അതിന്റെ തുടർച്ച ഇക്കുറി ഇടതുമുന്നണി പ്രതീക്ഷിക്കുമ്പോൾ വാശിയേറിയൊരു പോരാട്ടം തങ്ങളും നടത്തിയെന്ന് UDF-ഉം അവകാശപ്പെടുന്നു. എന്തായാലും മേയർ അനിൽകുമാർ ഇനി കുറച്ച് ദിവസം കൂടി അങ്ങനെ വിശേഷം ശേഷിപ്പിക്കാം. എന്താണ് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്? അല്ല, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പുണ്ടായ അതേ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും.
അതിന് വേറൊന്നുമല്ല. നമ്മളൊരു മത്സരത്തിൽ, ഞാനിത് ഡാനിയോട് മാത്രം പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഒരു സൗഹൃദമൊക്കെ വെച്ച് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ റിസൾട്ട് നമ്മൾ എന്ത് നോക്കി ചെയ്യണം. നിങ്ങളൊരു പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ പരീക്ഷയിൽ എല്ലാ ക്ലാസ്സിലും ഇരുന്നോ, അധ്വാനിച്ചോ, നിങ്ങൾ ബാക്കിയുള്ള റിവിഷൻ നടത്തിയോ, പരീക്ഷ നന്നായിട്ട് എഴുതിയോ. മാർക്ക് അവസാനം ടീച്ചർ ഇടുന്നതാണ് മാർക്ക്. ചിലപ്പോൾ സബ്ജക്റ്റീവ് ആകാം, പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു വിശ്വാസം, എന്നെപ്പോലെ ഒരാൾക്ക്, എനിക്ക് എന്നെക്കുറിച്ചൊരു മാർക്കുണ്ട്. അപ്പം എൻ്റെ അത്രയും കഴിവുള്ള ഒരാൾക്ക്, എന്നേക്കാൾ കഴിവുള്ളവരാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ചെയ്യും, ഞാനില്ലെന്ന് പറയുന്നില്ല. പക്ഷെ എൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പരിചയമുള്ള ഒരാൾക്ക് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങളാണ് ഞാൻ മേയർ, എൻ്റെ ഒപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടായ പ്രവർത്തനമാണ് നമ്മൾ ചെയ്തു. അത് വീടുകളിൽ എത്തിച്ചു. എനിക്ക് തോന്നിയൊരു കാര്യം, ആദ്യഘട്ടത്തിലെ ചർച്ച മുഴുവൻ ഈ വികസനത്തെ പറ്റിയായിരുന്നു. വേറെ ഒന്നും ഇവിടെ ചർച്ചയ്ക്ക് വന്നില്ല. ഏതാണ്ട് വികസനത്തായിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴാണ് UDF പതുക്കെ ശബരിമല, ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞ് കുറെ നോട്ടീസുകൾ വീടുകളിൽ എത്തിച്ചെന്നുള്ളത് ശരിയാണ്. ചിലത് വളരെ മോശം നോട്ടീസ് വരടിച്ച് വീടുകളിൽ എത്തിച്ചു. പക്ഷെ ഇതൊക്കെയാണെങ്കിൽ പോലും എന്റെ വിശ്വാസം തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് വികസനത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളിൽ തന്നെയാണ്. അല്ലാതെ മറ്റു തരത്തിൽ ഡിഫോമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ജനങ്ങളുടെ മനസ്സ് തറച്ചിട്ടില്ലെന്നാണ്. ഞങ്ങൾ LDF ഇത്രയും യോജിപ്പിൽ, LDF പൊതുവെ യോജിപ്പാണ്, പക്ഷെ ഇത്രയും യോജിപ്പിൽ എന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മൂന്നാമത്തെ കാര്യം, CPM-ന്റെ സ്ഥാനം നിങ്ങളറിയില്ലേ? ഞാൻ പറയട്ടെ, കഴിഞ്ഞ തവണത്തെ ഒരു ആരുടെ റബലാണ്? ഞങ്ങളുടെ റബലല്ലേ. KP ആദ്യം മത്സരിക്കുന്നത് നമ്മുടെ പാർട്ടി LC മെമ്പറല്ലേ പോയി മത്സരിക്കണത്. അതിനു മുമ്പ് 3 പേര് ജയിച്ചു വന്നു, എനിക്ക് ഓർമ്മയുണ്ടോ? അതിന് തൊട്ട് മുമ്പ് 3 പേര് ജയിച്ചു. CPM-ൽ നിന്ന് മാറി നിന്ന് 3 പേര് ജയിച്ചു വന്നു. അപ്പൊ ഇത്തവണ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, ഒരു അസംതൃപ്തിയില്ല. ഞങ്ങളുടെ നേതൃത്വം എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെയെല്ലാം പിന്നെ ഞങ്ങളുടെ പ്രവർത്തകർ താഴെ വരെ വളരെ ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ് പ്രവർത്തിച്ചത്. അപ്പൊ ഇത്രയെല്ലാം നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ ഞങ്ങൾ തോൽക്കാൻ പാടില്ലാത്തതാണ്. കാരണം സാധാരണ ഒരു കൊച്ചിക്കാരനായി, നിങ്ങൾ മേയർഷിപ്പിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി, സാധാരണ ഒരു കൊച്ചിക്കാരനായി നിന്ന് നോക്കിയാൽ ഇനിയൊരു വഴക്കും വക്കാണവും മേയർ സ്ഥാനത്തെ ചൊല്ലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി ഒക്കെ വരുന്നതിനേക്കാൾ നമ്മുടെ ഈ കനാൽ റിജുവനേഷൻ ഉൾപ്പെടെ പല കാര്യങ്ങളും കൂടി കംപ്ലീറ്റ് ചെയ്ത് കൊച്ചിയുടെ ഒരു മുന്നോട്ട് പോക്കിന് വേണ്ടിയിട്ടുള്ള ഒരു വോട്ട് ജനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. വികസന പദ്ധതികൾ തന്നെയാണ് ഈ ആത്മവിശ്വാസത്തിന്റെ ഒരു കാതൽ എന്ന് പറയുന്നത്. ആണ്, ഒരു സംശയമില്ല. വികസന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ വെറും വികസന പദ്ധതികളല്ല, അതിലെല്ലാത്തിലും ഒരു രാഷ്ട്രീയമുണ്ട്. അത് നമ്മൾ പലപ്പോഴും കാണുന്ന കക്ഷി രാഷ്ട്രീയമല്ല. ഇപ്പൊ തുരുത്തിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, സമൃദ്ധിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, ഷീലോഡ്ജിന് ഒരു രാഷ്ട്രീയമുണ്ട്, ഇല്ലേ? നിങ്ങൾ എന്ത് തൊടുമ്പോഴും ഉണ്ട്. ഈവൻ സ്പോർട്സിൽ നമ്മളുണ്ടാക്കിയ ടർഫുകൾക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട്, മാസ്റ്റർ പ്ലാൻ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, വൈറ്റ്ലയിൽ ഇപ്പൊ ഉണ്ടാക്കുന്ന ലാപ്പിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് സ്വീകരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബ്രഹ്മപുരം ഒരു ഡീസെൻട്രലൈസ് പ്ലാന്റ് ഉണ്ടായിരുന്നു ഡാനി ഇതിനു മുമ്പ്. ഇതേപോലത്തെ കോമ്പാക്ടേഴ്സ് ഉണ്ടായിരുന്നു റോട്ടിൽ, വാങ്ങിച്ചു വെച്ചിരുന്നു, പക്ഷെ അത് ഓടിയിരുന്ന. അതുപോലെ തന്നെ ബ്രഹ്മപുരത്തെ ക്ലീനപ്പ് ചെയ്തത്, അവിടുത്തെ ആ ഒരു ജൈവികമായ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ, ഇവരെപ്പോ CBG എന്ന് പറഞ്ഞാൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് BSF പ്ലാന്റുകൾ 2 അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു മുന്നണിയെ സംബന്ധിച്ച് സാധാരണഗതിയിൽ കൊച്ചിക്കാര് ഒരു വ്യത്യസ്തമായ ഒരു പ്രകടനമാണ് കഴിഞ്ഞ 5 കൊല്ലം കണ്ടതെന്നാണ് എന്റെ ഒരു വിശ്വാസം. ആത്മവിശ്വാസത്തോടുള്ള ഒരു പടിയിറക്കമാണ്. ഞാനിത് എത്ര പേര് ഇങ്ങനെയൊക്കെ കാണുന്നത് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇപ്പൊ ഞാൻ 2016 മത്സരിച്ചു ശ്രീ IB ഈഡനോട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. IB ഈഡൻ MLA ആയതൊന്നും എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ച് എന്റെ ഒരു പൊളിറ്റിക്സിനെ വളരെ ഭംഗിയായി താഴെ മനുഷ്യർക്കിടയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. മനസ്സിലായില്ലേ? ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ആത്മവിശ്വാസത്തോടെ ആളുകളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ജോലി. ആ ജോലി ഞാൻ നിർവഹിച്ചു. വ്യക്തിപരമായി എനിക്ക് സന്തോഷം വരുന്നു. അപ്പൊ ഞാനെപ്പോഴും പറയുന്നു, CPM-ന്റെ ഒരാള് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കാണുന്നത് കോൺഗ്രസ് കാണുന്ന പോലെയല്ല. CPM-ന്റെ ഒരാൾ കാണുന്നത് CPM-ന്റെ സംഘടനാപരമായ ദൌത്യം നിങ്ങൾ ചെയ്തു എന്നാണ്. അപ്പൊ CPM-ന്റെ സംഘടനാപരമായി എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അത് മാത്രമല്ല, ജനങ്ങളെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ മുന്നണി ചെയ്തിട്ടുണ്ട്. പിന്നെ അഫ്കോഴ്സ് ഇത് ജനാധിപത്യമല്ല, അവരുടെ കൈകളിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. അവര് എങ്ങനെ, ഞങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വെച്ച് ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി, ഒറ്റവാക്കി പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഒരു ഡിസിസീവ്, നിങ്ങൾ ഡാനി പറഞ്ഞാണ് ശരി, കോൺഗ്രസ് പറയുന്നത് ശരി, വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് കൊച്ചിയിൽ നടന്നത്. അത് ഉറപ്പാണ്. ഞാനല്ലെന്നൊന്നും പറയില്ല. ആ സ്ഥലത്ത് ഞാൻ വിചാരിക്കുന്നത്
ഒരു ഡിസിസീവ് മെജോറിറ്റി ഒരു വനിതാ മേയർക്ക് ഉണ്ടാകുമെന്നാണ്. അഡ്വക്കേറ്റ് എം അനിൽകുമാർ എന്ന രാഷ്ട്രീയക്കാരൻ ഇനി എന്താണ് കൊച്ചിയിലെ വരുന്നൊരു റോൾ എന്താണ്? അനിൽകുമാർ എന്ന് പറഞ്ഞ ആള് രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ, രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് തന്നെ ഞാൻ 18 വയസ്സിൽ ആരംഭിച്ചതാണ്. 18 വയസ്സിൽ എനിക്ക് ആരംഭിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട്. അതിനു മുമ്പ് എനിക്ക് രാഷ്ട്രീയമുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോഴും. അപ്പൊ 18 വയസ്സ് മുതൽ ഞാൻ ഇതുവരെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തുടർന്നില്ലേ ഇല്ലേ? ഞാൻ ഏതൊക്കെ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായപ്പോഴും എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏതെങ്കിലും ഒരു റോളിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട്. ഒന്നുകിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനായിട്ടുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കൌൺസിലറായിട്ടുണ്ടായില്ല, അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടായിരുന്നു, മേയറായിട്ടായിരുന്നു, ട്രേഡ് യൂണിയൻ പ്രവർത്തകനായിട്ട് ഞാൻ ഒരുപാട് സ്ഥാപനങ്ങളിൽ എന്റേതായ സംഭാവന ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. അത് ഇനിയും തുടരും. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തവരോട് ചോദിച്ചാണ്. ഡാനിക്ക് മറ്റ് മാധ്യമപ്രവർത്തകരെക്കാളൊക്കെ എന്നെ നന്നായി അറിയാം. ഞാൻ അവരോട് പറഞ്ഞ കാര്യം പിന്നെ അങ്ങനെ പറയുന്നു ഡാനിയോട്. ഡാനി ഉള്ളിന്ന് ചോദിക്കണ ചോദ്യം അല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു CPM കാരൻ, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഒരു നിയമസഭാ സീറ്റ്, പാർലമെന്റ് സീറ്റ്, പാർലമെന്ററി രംഗത്തൊരു സ്ഥാനം കണ്ടു നിന്ന് പ്രവർത്തിച്ചാൽ പിന്നെ അയാള് കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ അയാളുടെ മരണമാണ്. എന്തായാലും വളരെ ആത്മവിശ്വാസത്തോടുകൂടി താൻ നടപ്പാക്കിയ പദ്ധതികൾ ഒപ്പം നിന്ന് കൌൺസിലർ കൂടെ ചേർന്നുകൊണ്ട് വലിയ രീതിയിലേക്ക് കൊച്ചിൻ കോർപ്പറേഷനെ മുന്നോട്ട് എത്തിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസം അഡ്വക്കേറ്റ് അനിൽകുമാറിനുണ്ട്. ആത്മവിശ്വാസത്തിനുള്ളൊരു വോട്ട് ആയിരിക്കും അടുത്ത ദിവസങ്ങളിൽ തെളിയുക എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഡാനി ഇപ്പോൾ തത്സമയം ചേരുകയാണ്. ഡാനി, ഗുഡ് മോർണിംഗ്. വലിയ പ്രതീക്ഷയാണ് എം അനിൽകുമാർ പങ്കുവച്ചത്. അതേസമയം ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് എറണാകുളം ജില്ലയിലാണല്ലോ. മറ്റ് പ്രതീക്ഷകൾ എന്തൊക്കെയാണ് മുന്നണികൾ? അശ്വതി, പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് എറണാകുളത്താണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ അതിനൊരു കുറവ് വന്നിട്ടുണ്ട് എന്നതാണ്. അതെങ്ങനെ പ്രതിഫലിക്കുമെന്നത്, ആരുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നതെല്ലാം തന്നെ ഒരു ചർച്ചകളിലേക്ക് പോകുമ്പോൾ തന്നെ പല വോട്ടുകളും പലർക്കും തന്നെ ഉണ്ടായില്ല, പലർക്കും വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ലിസ്റ്റിൽ പേര് ഉണ്ടായില്ല എന്നൊരു അതുകൊണ്ടാണ് അത് എല്ലാം തന്നെ പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും ഇതെല്ലാം ശരിയാണെങ്കിൽ കൂടിയും ഇതിൽ കണക്ക് കൂട്ടലുകൾ ഇപ്പോഴേ സജീവമാണ്. കാരണം കൊച്ചിൻ കോർപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ വന്നതുപോലെ തന്നെ 62.ാണ് ഇത്തവണയും വന്നിരിക്കുന്നത്. ചെറിയൊരു ഏറ്റക്കുറച്ചിലേ അവിടെയുള്ളൂ. ജില്ലയുടെ പൊതു കണക്കിൽ വരുമ്പോഴേക്കും ഒരു 3%, 74% ഇത്തവണ വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ അത് 77% എന്നതാണ്. ഒരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് മാത്രം എടുക്കുമ്പോൾ വലിയ കുറവ് വന്നിട്ടില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. അതിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നത് ഇപ്പോഴത്തെ കണക്കൊരു ആശ്വാസം നൽകുന്ന രീതിയിലുള്ളതാണെന്നാണ് പൊതുവെ ഇടതുമുന്നണി വിലയിരുത്തുന്നത്. കാരണം നേരത്തെ മേയർ സംസാരിച്ചതുപോലെ കുറേയധികം വികസന പദ്ധതികളും അടക്കം നടപ്പാക്കാൻ കഴിഞ്ഞത് തങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ അവർക്കുണ്ട്. ആ രീതിയിൽ പറയുമ്പോൾ UDFിൻ്റെ ധാരണകളും അതുതന്നെയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന വോട്ടിംഗ് ശതമാനം തങ്ങൾക്ക് മാത്രം അനുകൂലമായതാണ് എന്നൊരു വിശ്വാസം UDF ക്യാമ്പ് വെച്ച് പുലർത്തുന്നു. പ്രത്യേകിച്ച് മികച്ച മത്സരം പലയിടങ്ങളിലും കാഴ്ചവെക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതെല്ലാം തന്നെ പറയുന്നു. പക്ഷേ അവിടെയും അവരെ അലോസരപ്പെടുത്തുന്ന ഒരു ചിന്തയുണ്ട്. കാരണം 9ഓളം ഇടങ്ങൾ, 13ഓളം റിബൽ ഒരു ശല്യമുണ്ടായിരുന്നു പറയുമ്പോൾ പലയിടങ്ങളിലും മികച്ച മത്സരം ഈ റിബലുകൾ തന്നെ കാഴ്ചവെച്ച ഒരു പ്രതീതിയുണ്ട്. പ്രത്യേകിച്ച് സിറ്റിംഗ് കൗൺസിലർമാർ പലയിടത്തും, ഈ പനമ്പള്ളി നഗറിലേക്ക് വരുമ്പോൾ പഴയ കൗൺസിലർ മാലിനി കുറുപ്പ്, ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ബാസ്റ്റിൻ ബാബു തുടങ്ങിയവരെല്ലാവരും തന്നെ മികച്ച മത്സരങ്ങൾ കാഴ്ചവെച്ചു. പാലാരിവട്ടത്തും അതുപോലെ തന്നെ ജോസഫ് അലക്സ്, ഇങ്ങനെ കുറച്ച് പേരെല്ലാം നല്ല മത്സരം കാഴ്ചവെക്കുകയും ചിലർ ജയിക്കാൻ സാധ്യതയുള്ളതാണ്. അല്ലായെങ്കിൽ മറ്റു ചിലർ UDF സ്ഥാനാർത്ഥിയുടെ തോൽവിക്കും കാരണമായേക്കാമെന്ന് സംശയിക്കപ്പെടുന്നവരാണ്. അപ്പോൾ ഇത്തരം കണക്കുകളുണ്ട്. ഈ അവസാനവട്ട ഈ വോട്ടിൻ്റെ കണക്കുകൾ ആരുടെ വോട്ട് കുറച്ചു എന്നൊരു വലിയ ചിന്ത നിലനിൽക്കുമ്പോൾ, ഒപ്പം 2020 പലയിടങ്ങളിലും തന്നെ മത്സരിച്ചു. പക്ഷേ 2020 വലിയ രീതിയിലൊന്ന് ചർച്ച ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയകരമാണ്. കാരണം ഒരു വലിയ പ്രചാരണ പരിപാടികൾ കൊച്ചി കോർപ്പറേഷൻ്റെ ഭാഗങ്ങളിൽ പലയിടങ്ങളിലും തന്നെ കാണാനുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഡോർ ടു ഡോർ ക്യാമ്പയിൻ എന്ന് പറയുന്ന രീതിയിലുള്ള അടിസ്ഥാനപരമായ ഒരു ക്യാമ്പയിൻ തങ്ങൾ നടത്തിയെന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. അത്
ഒരു പരിധിവരെ അത് ഈ പേഴ്സണൽ വോട്ടുകൾ പലതും തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളൊരു ഇതാണ്. അത് UDF വോട്ടുകളായിരിക്കാം എന്നതാണ് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നത്. പക്ഷെ അത് അങ്ങനെ വെറുതെ കണക്ക് കൂട്ടി പോകാനൊന്നും കഴിയില്ല. അതുകൊണ്ട് ചെറിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്നത് വളരെ സ്പഷ്ടമാണ്. ഇതിനിടയിലും ഈ കണക്കുകൾക്കിടയിലും NDA അവകാശപ്പെടുന്നത് കഴിഞ്ഞ തവണ 5 സീറ്റുകളുണ്ടായിരുന്നത് തങ്ങൾക്ക് 10 മുതൽ 15 വരെ എന്നതായിരുന്നു അവരുടെ ഒരു കണക്കുകൂട്ടലെല്ലാം ഉണ്ടായിരുന്നത്. ഇത്തവണ പക്ഷേ ഈ വോട്ടിംഗ് അതിൻ്റെ ഒരു പെർസെൻറ്റേജും കാര്യങ്ങളും വെച്ച് നോക്കുന്നു പലയിടങ്ങളിലും മികച്ച മത്സരങ്ങളുണ്ടാകുന്നു. അവർക്കും റിബൽ ശല്യവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും 15ലേക്ക് എത്തിയില്ല എങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു മികച്ച പ്രകടനം തങ്ങൾക്കുണ്ടാകുമെന്ന ഒരു വിലയിരുത്തലാണ് NDA നേതൃത്വത്തിനും ഉള്ളത്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് മികച്ച പോളിംഗ് ആണ്. ചേർത്തല നഗരസഭയിലും തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുമാണ് പോളിംഗ് ശതമാനത്തിൽ മുന്നേറ്റമുണ്ടാക്കിയത്. ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയെങ്കിലും പൊതുവെ തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു. 73.75 ആലപ്പുഴയിലെ പോളിംഗ് ശതമാനം. രാവിലെ മുതൽ തന്നെ ഉയർന്ന പോളിംഗ് ശതമാനത്തിലേക്കുള്ള സൂചനകൾ നൽകി വലിയ തിരക്കാണ് ബൂത്തുകൾ അനുഭവപ്പെട്ടത്. ഉച്ചയോടടുത്തപ്പോൾ തന്നെ നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും പോളിംഗ് 50% പിന്നിട്ടു. നഗരസഭകളിൽ 79.53% പോളിംഗോടെ ചേർത്തലയും ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ 84.12% പോളിംഗ് രേഖപ്പെടുത്തി തൈക്കാട്ടുശ്ശേരിയും പോളിംഗ് ശതമാനത്തിൽ മുന്നിലെത്തി. ഏതാനും ഇടങ്ങളിൽ വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയെങ്കിലും പ്രശ്നം വേഗത്തിൽ പരിഹരിച്ച് വോട്ട് പുനരാരംഭിച്ചു. മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രത്തിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ BJP സ്ഥാനാർത്ഥിയുടെ പേര് മറഞ്ഞിരുന്നതിനാൽ സ്ഥാനാർത്ഥിയുടെ പരാതിയെ തുടർന്ന് വോട്ടിംഗ് നിർത്തിവെപ്പിച്ചിരുന്നു. CPM കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി വയലാർ, പള്ളിപ്പുറം, ചുനക്കര എന്നിവിടങ്ങളിൽ തർക്കമുയർന്നു. കായംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ രാത്രി 7 വരെ പോളിംഗ് നീണ്ടു. കഴിഞ്ഞ തവണ LDFന് മൃഗീയ ഭൂരിപക്ഷമാണ് ഗ്രാമപഞ്ചായത്തുകളിൽ ആലപ്പുഴയിൽ ലഭ്യമായത്. 72-ൽ 53 LDF പിടിച്ചടക്കിയിരുന്നു. എന്നാൽ ആ വിജയം ഇത്തവണ ആവർത്തിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. 12 ബ്ലോക്ക് പഞ്ചായത്തിൽ വെളിയനാട് മാത്രമാണ് UDFനുണ്ടായിരുന്നത്. ആ ചിത്രത്തിനും മാറ്റം വരും. നഗരസഭകളിലേക്ക് കടക്കുമ്പോൾ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ കോടതി വിശദമായി കേട്ടിരുന്നു. വിവരങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കേസിലൊക്കെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങളെന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ, ഈ കേസിലേക്ക് വരുമ്പോൾ കൃത്യമായി അതിജീവിതയുടെ മൊഴി, ഇരയുടെ മൊഴി അടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്താകും പ്രതീക്ഷ? അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നത്തെ ദിവസം നിർണായകമാണ്. മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി പറയുകയാണ്. ഇത് രണ്ടാമത്തെ കേസാണ് രാഹുലിനെതിരെ ഉയരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ആദ്യ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടായതോടെ രാഹുലിന് തൽക്കാലത്തേക്ക് ആശ്വാസം എന്നതാണ് നിലവിലുള്ള ചിത്രം. പക്ഷേ ഈ സെഷൻസ് കോടതിയിൽ, തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് വീണ്ടും ജാമ്യഹർജി വരികയാണ്. കഴിഞ്ഞ ദിവസം ഈ ജാമ്യഹർജി പരിഗണിക്കവേ ജാമ്യഹർജിയിൽ തീരുമാനമെടുക്കുന്നതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന നിർദ്ദേശം കോടതി നൽകിയിരുന്നു. രാഹുലിന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമായിരുന്നു അത്. ഇന്നത്തെ ദിവസം ജാമ്യഹർജിയിൽ കോടതി തീർപ്പ് കൽപ്പിക്കുമ്പോൾ രാഹുലിന് അനുകൂലമാവുമോ അതല്ല തിരിച്ചടിയാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെയാണ് അശ്വതി സൂചിപ്പിച്ച പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നത്. 23 വയസ്സുകാരിയായ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, വളരെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നതാണ് യുവതിയുടെ പരാതി. ആദ്യം ഈ പരാതിക്കാരി മുന്നോട്ട് വരാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. ഒടുവിൽ ആ അന്വേഷണ സംഘത്തിന് യുവതി മൊഴി നൽകുന്നു. ആ മൊഴി അടക്കം, അതിന്റെ രേഖകളടക്കം കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാവും ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നുള്ള വിധി ഉണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ, ഈ ജാമ്യഹർജി പരിഗണിച്ചപ്പോൾ രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം ഈ പരാതിക്ക് മുഖമില്ലാത്തതാണ്, പരാതിക്കാരി വ്യാജമാണ്, പരാതിക്കാരി രംഗത്തില്ല, ഒരു ഇമെയിൽ മാത്രമാണ് പരാതിയായിട്ടുള്ളത് എന്നതാണ്. പക്ഷേ പ്രോസിക്യൂഷൻ ഇപ്പോൾ പരാതിക്കാരുടെ മൊഴിയടക്കമുള്ള രേഖകൾ കോടതിയിൽ സമർപ്പിച്ച സാഹചര്യമുണ്ട്. അങ്ങനെ വന്നാൽ രാഹുലിന് എതിരാകുമോ? അപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം ഇതാണ്: രാഹുലിനെതിരായ ഒരു കോടതി വിധി ഉണ്ടാവുമെങ്കിൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ, 10-ലധികം ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ഇതുവരെയും പുറത്തേക്ക് വരാൻ തയ്യാറായിട്ടില്ല. എന്തായാലും കോടതിയിൽ നിന്ന് നിലവിൽ നോട്ട് ടു അറസ്റ്റ് എന്ന അനുകൂല സാഹചര്യം രാഹുലിന് മുന്നിലുണ്ട്. പക്ഷേ ഇന്ന് തിരുവനന്തപുരം കോടതി രാഹുലിനെതിരായ ഒരു കോടതി വിധി ഉണ്ടായെങ്കിൽ അത് അറസ്റ്റ്
അറസ്റ്റിലേക്ക് പോകുമോ എന്ന ചോദ്യമാണ്. നമുക്കറിയാം സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയായി മാറും. അതുകൊണ്ട് അങ്ങേയറ്റം നിർണായകമാണ് ഇന്നത്തെ ദിനം. ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ മൊഴി നൽകാൻ രമേശ് ചെന്നിത്തല ഇന്ന് SITക്ക് മുന്നിൽ ഹാജരാകും. രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘവുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ട് എന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. തെളിവായി കൈവശമുള്ള രേഖകളും ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. SP S ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് മുമ്പാകെയാകും രമേശ് ചെന്നിത്തല മൊഴി നൽകുക. ഒരു വ്യവസായിയാണ്. ഇതിനു മുമ്പും 1-2 ഇൻഫർമേഷൻസ് തന്നപ്പോൾ അത് ക്രെഡിബിൾ ആണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വേറൊരു കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ കേസ് ഇപ്പോൾ ഹൈക്കോടതി കിടക്കുകയാണ്. ഞാനത് വിശദമായി അവരോട് സംസാരിച്ചപ്പോഴാണ് ഇതിന്റെ വ്യാപ്തി എനിക്ക് മനസ്സിലായത്. പക്ഷെ എന്റെ കയ്യിൽ തെളിവില്ല. ഞാൻ അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിലെ കോടാനുകോടി വരുന്ന ജനങ്ങളെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ് ശബരിമലയിലെ ഈ കൊള്ള. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ വിവരങ്ങൾ എനിക്ക് തോന്നി അത് SIT അറിയിക്കേണ്ടത് ആവശ്യമാണ്. അറിയിച്ച് അവർ അന്വേഷണം നടത്തട്ടെ. അദ്ദേഹത്തിന് അത് സ്വയം പറയാനൊരു പേടിയുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ പേടിക്കേണ്ട, നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ SITയെ പറയണം. അത് SITയെ സഹായിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഞാൻ ഇത് പറയാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഞാൻ SITയോട് ഈ കാര്യങ്ങളെല്ലാം പറയും. അത് കഴിഞ്ഞിട്ട് അവർ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യട്ടെ. എനിക്കൊരു വിവരം കിട്ടിയപ്പോൾ അത് ഞാൻ അറിയിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ കരുതി. ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്ന വ്യവസായം നടത്തുന്ന ആളാണ്. കേരളത്തിൽ അങ്ങനെ വ്യവസായങ്ങളൊന്നുമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം പറയുന്നത് ഈ സ്വർണം അന്തർദേശീയ മാർക്കറ്റിൽ ഇത് ആന്റിക്സ് ആയിട്ട് വിറ്റിരിക്കുന്നു. 500 കോടിക്കധികം വിലയുള്ള ഒന്നാണ്. ആ വിൽപ്പന നടന്ന അദ്ദേഹം പറഞ്ഞ 500 മുതൽ 1000 കോടി വരെ വിലയുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹം അത് SITക്ക് കൈമാറട്ടെ. അദ്ദേഹത്തിന് ഭയമുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഭയപ്പെടേണ്ട. SITയുടെ മുമ്പിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ SITക്ക് കൊടുത്തോളാൻ പറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ രാജ്യസഭയിൽ ഇന്ന് ചർച്ച നടക്കും. ഇന്നലെ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുകളിച്ചാണ് BJP വോട്ടുകൊള്ള നടത്തുന്നതെന്ന് രാഹുൽ ആരോപിച്ചു. എന്നാൽ രാഹുൽ പറഞ്ഞത് മുഴുവൻ കള്ളമെന്നായിരുന്നു BJPയുടെ മറുപടി. വന്ദേമാതരത്തിൽ ഇരുസഭകളിലും ചർച്ച പൂർത്തിയായി. തായ്ലാന്റും കംബോഡിയയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇന്നലെ 8 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും സംയമനം പാലിക്കണമെന്നും UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. മലപ്പുറം കോട്ടയ്ക്കൽ പുത്തൂരിൽ നിയന്ത്രണം വിട്ട ലോറി നിരവധി വാഹനങ്ങൾ ഇടിച്ചു. രാവിലെ 7:30യോടെയായിരുന്നു അപകടം. ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം. തുടർന്ന് ലോറി തൊട്ടടുത്ത ഇലക്ട്രിക് പോസ്റ്റിലും ട്രാൻസ്ഫോമറിലും ഇടിച്ചു. പുത്തൂർ അരിച്ചൊളി ഭാഗത്തായിരുന്നു അപകടം. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു. ഇന്ന് 30,000-ത്തിലധികം ഭക്തരാണ് മല ചവിട്ടിയത്. തിരക്ക് കണക്കിലെടുത്ത് പമ്പ മുതൽ സന്നിധാനം വരെ പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനത്ത് ഇന്ന് രാവിലെ മുതൽ കനത്ത ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. 30,000-ത്തോളം ഭക്തജനങ്ങളാണ് ഇന്ന് മാത്രം ഈ സമയം വരെ മല ചവിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ഭക്തജന തിരക്കിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്നും തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 11:15 നട അടക്കുമ്പോൾ അടക്കം 1,00,000-ത്തിനടുത്തോളം 90,000 കടന്ന ഒരു സ്ഥിതിയായിരുന്നു ഭക്തജനങ്ങളുടെ തിരക്കിന്റെ കാര്യത്തിൽ ശബരിമലയിൽ നിന്നുള്ള വിവരം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പമ്പ മുതൽ ഇവിടെ സന്നിധാനം വരെയുള്ള പല ഭാഗങ്ങളിലും പോലീസിന്റെ കനത്ത നിയന്ത്രണങ്ങളുണ്ട്. സന്നിധാനത്തെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ഭക്തജനങ്ങളെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. തിരക്കിനനുസരിച്ച് പല ഭാഗങ്ങളിലും ഈ ഒരു ഭക്തജനങ്ങളെ
ക്യൂവിൽ നിർത്തിക്കൊണ്ട്, അതായത് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് പിന്നീട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് തിരക്ക് കുറയുന്നതിനനുസരിച്ച് ഈ ഭക്തജനങ്ങളെ കയറ്റിവിടുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഭക്തജനങ്ങൾക്ക് തിരക്കൊഴികെയുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെയില്ല. അല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്തരത്തിലാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ക്യൂവിൽ നിന്ന ഭക്തജനങ്ങളടക്കം ഇന്ന് സുഗമമായി രണ്ടാമതൊരു ദർശനം നടത്താനുള്ള ഒരു സാധ്യത കൂടി മുൻകൂട്ടി കണ്ട ആ ഒരു തിരക്ക് കൂടി ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ഇന്നും കൂടുതലായി ഒരു സന്നിധാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചൂടുള്ളത് കൊണ്ട് തന്നെ സന്നിധാനത്ത് മലയാളികളുടെ എണ്ണത്തിൽ ഗണ്യമായൊരു കുറവുണ്ട്. പക്ഷേ തിരക്കിന്റെ കാര്യത്തിൽ മാത്രം സന്നിധാനത്ത് എല്ലാ ദിവസവും തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ കയറിയതാ, ഇന്നലെ 3 മണിക്ക്, ഒരു 9 മണിക്കൂർ ഉണ്ടാവും. പാലക്കാട്. കുഴപ്പമില്ല, ഞങ്ങൾ 51 പേര്. അത് ഞങ്ങൾ ക്യൂവിൽ നിന്നിട്ടില്ല കൂടുതൽ. ഞങ്ങള് സമയപ്പ റോഡിന് വന്നു. ചമ്പ്രവട്ട അയ്യപ്പ ക്ഷേത്രത്തില് 7 മണിക്കൂർ നിന്നല്ലോ. ഇന്നലെ 1 മണിക്ക് കയറിയിട്ട് 8:30 9 മണി കഴിക്കണോ ഇറങ്ങുമ്പോ. തിരക്ക് ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു. ഇന്നലെ ഒരു പമ്പയിന്നൊരു 12:30 കയറിയതാണ്. സന്നിധാനത്ത് എത്തിയപ്പോൾ ഒരു 8:30 9 മണീൻ്റെ അടുത്തായി. നല്ല തിരക്കായിരുന്നു. 18-ാം പടീൻ്റെ അവിടെയൊക്കെ ഈ സായിമാർ അന്തസായിമാരൊക്കെ അന്ന് ജാമാക്കിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശരി, സാരൻ സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. സന്നിധാനത്തൊന്നും വലിയ തിരക്കുണ്ട് അവിടെ. 9 മണി വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ന്യൂസ് ട്രെൻഡ്സിൽ KP അഭിലാഷ് ചേരും. നമസ്കാരം.